ചരിത്ര പ്രസിദ്ധമായ പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പുറത്തിറക്കി. ഏപ്രിൽ 18 ശനിയാഴ്ചയാണ് ഭരണി മഹോത്സവം ആഘോഷിക്കുക. പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഞായറാഴ്ച രാവിലെയായിരുന്നു നോട്ടീസ് പ്രകാശന കർമ്മം നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം പറവൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുജാത ഉദയൻ നോട്ടീസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളന്മാരായ പിരാരത്ത് തേലപ്പുറത്ത് തറവാട്ടിലെ പ്രതിനിധികൾ ഭരണി മഹോത്സവ നോട്ടീസ് ഏറ്റുവാങ്ങി. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് AP രാമകൃഷ്ണൻ, സെക്രട്ടറി PB സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് KG ചന്ദ്രൻ, AC അനിൽകുമാർ, മനോജ് മീനങ്ങത്ത്, മനോഹരൻ കല്ലത്തുവളപ്പിൽ, KV വിജിത്ത്, മല്ലിക മോഹൻ എന്നിവർ സംസാരിച്ചു. അശ്വതി നാളിൽ വൈകിട്ട് 6:30 എല്ലാ വർഷവും ശ്രീ ചക്കാലപ്പറമ്പിൽ സജീവൻ തായമ്പക ഡബിൾ തായമ്പക സ്പോൺസർ ചെയ്യാറുണ്ട്. ഈ വർഷം അദ്ദേഹം ആ പരിപാടി അതൊന്ന് മാറ്റി 50ഓളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ ആൽത്തറ മേളം നടക്കുന്നതാണ്. പുതുതായി പഴയ ഒരു കാലഘട്ടത്തിൽ നമുക്കിവിടെ നടന്നിട്ടുള്ളതാണ്. അത് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. പാറമേക്കാവിൽ അഭിഷേക് പാറമേക്കാവിൽ അഭിഷേക് എന്ന് പറയുന്ന യുവ കലാകാരനാണ് ആ പരിപാടി നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണി നാളിൽ നോട്ടീസിൽ വിശദമായി എല്ലാം എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ഭരണി നാളിൽ ഒരു പരിപാടിയും കലാപരിപാടിയും അതുപോലെ തന്നെ കാർത്തിക നാളിലും കലാപരിപാടിയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പകൽപൂരം കഴിഞ്ഞാൽ നമ്മളെല്ലാ വർഷവും ഗ്രാമപ്രദക്ഷിണം ഒരു ആനയുടെ പുറത്ത് ഗ്രാമപ്രദക്ഷിണം പോകാറുണ്ട്. അതിൻ്റെ ചടങ്ങ് തന്നെ നമ്മൾ കാർത്തിക വേല 19 നടക്കുന്ന കാർത്തിക വേലയുടെ വേലയ്ക്ക് വേണ്ടി ഈ പഞ്ചായത്തിലെ തട്ടകത്തെ മുഴുവൻ ഭക്തരെയും പ്രത്യേകിച്ച് ഹരിജനങ്ങളെയും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളെയും ക്ഷണിക്കാനായി അമ്മ പോകുന്നതായാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ ഒരു ക്ഷണം കൂടിയാണ്.